ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണങ്ങളോട് കൈമലർത്തുകയാണോ താരസംഘടനയായ AMMA? ജഗദീഷ് എന്ന വൈസ് പ്രസിഡന്റ് എടുക്കുന്ന കൃത്യമായ നിലപാട് എന്തുകൊണ്ട് സംഘടനയ്ക്കാകെ എടുക്കാൻ കഴിയുന്നില്ല? നമുക്ക് പരിശോധിക്കാം. ലേബി സജീന്ദ്രനും അരുൺ സോളമനും നമുക്കൊപ്പമുണ്ട്. ലേബി, ഓരോ വിഷയങ്ങളായി എടുത്തു നോക്കിയാൽ കാസ്റ്റിംഗ് കൗച്ച്, അതേപ്പറ്റി ഈ സംഘടന AMMA താരസംഘടന കേട്ടിട്ടേയില്ലേ? തീർച്ചയായും സുജയ, കേട്ടിട്ടേയില്ല. AMMA കാസ്റ്റിംഗ് കൗച്ച് ഇതുവരെ സിനിമ ഇൻഡസ്ട്രിയിൽ നടന്നിട്ടുള്ളത് കാര്യം അറിഞ്ഞിട്ടേയില്ല എന്നുള്ള ഭാവത്തിലാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചത്. ഇത്തരത്തിൽ കഴിഞ്ഞ 40 വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന താൻ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങളൊന്നും, സ്ത്രീകളുടെ ദുരനുഭവങ്ങളൊന്നും കേട്ടിട്ടില്ല എന്നുള്ള മറുപടിയാണ് ജനറൽ സെക്രട്ടറി കൂടിയായ സിദ്ദിഖ് നടത്തിയത്. അതുപോലെ തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത മറ്റ് പ്രതിനിധികളും ഇതിനോട് പ്രതികരിച്ചത്. സുജയ, ഓക്കെ, നമുക്ക് അരുൺ സോളമനിലേക്ക് പോകാം. അരുൺ സോളമൻ, ഓരോ വിഷയമായി എടുത്താൽ കാസ്റ്റിംഗ് കൗച്ചിൽ എന്തായിരുന്നു ജഗദീഷിന്റെ മറുപടി? സുജയ, ജഗദീഷ് വ്യക്തമായിട്ട് നിലപാട് കൈക്കൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം അടിവരയിട്ട് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീകൾ അനുഭവിക്കുന്ന അവരുടെ അനുഭവങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നടികൾ അവരനുഭവിച്ച ലൈംഗിക ചൂഷണപരമായി അവരനുഭവിച്ച അനുഭവങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോൾ ആ വേദനകൾ മനസ്സിലാക്കണമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഇന്ന് സിദ്ദിഖ് ആദ്യം തന്നെ AMMയുടെ പ്രസ് മീറ്റിൽ പറഞ്ഞത് ഇത്തരത്തിലൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ്. അതിന് വിഭിന്നമായിട്ടാണ് ജഗദീഷ് ഇപ്പോൾ AMMയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം വ്യക്തമായിട്ട് നിലപാട് കൈക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ട് എത്രയും വേഗം തന്നെ അടിയന്തരമായിട്ട് ഈ പരാതികൾ, ഇതിൽ ആരൊക്കെയാണോ കുറ്റക്കാർ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെ പറയുന്നു. റിപ്പോർട്ടിൽ പൂഴ്ത്തിവെച്ച റിപ്പോർട്ടുകൾ സർക്കാർ വ്യക്തമായിട്ട് മറുപടി പറയണം. ഈ 5 പേജുകൾ കാണാനില്ല. അതിൽ വ്യക്തമായിട്ട് സർക്കാർ മറുപടി പറഞ്ഞേ പറ്റുകയുള്ളൂ. ഇതിൽ ആരൊക്കെയാണ് കുറ്റക്കാർ, ആ കുറ്റക്കാർ ഒരിക്കലും വരാനിരിക്കുന്ന കോൺക്ലേവിൽ പങ്കെടുക്കാൻ പാടില്ല. WCCയിൽ അംഗങ്ങളായിട്ടുള്ളവർ അത് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അതിലും AMMA വ്യക്തമായിട്ട് നിലപാട് സ്വീകരിക്കും. ആരൊക്കെയാണ് ആ കുറ്റക്കാർ ഒരിക്കലും ഇതിൽ കോൺക്ലേവിൽ പങ്കെടുക്കാൻ പാടില്ല. കോൺക്ലേവിനെ മുൻവിധിയോടുകൂടി മാധ്യമങ്ങളോ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളോ ഒന്നും തന്നെ കാണേണ്ടതില്ല. കോൺക്ലേവിൽ ഈ വിഷയത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കും. ഞാൻ തിരികെ എത്താം. അരുൺ സോളമൻ തുടരുക. AMMA ഏറ്റെടുക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ ലേബി സജീന്ദ്രൻ. ഈ സംഘടനയ്ക്കുള്ളിലെ പുഴുക്കുത്തുകളെ പുറത്തു കൊണ്ടുവരണമെന്ന് സംഘടനയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ജഗദീഷ് ഇന്ന് ആവശ്യപ്പെടുന്നുണ്ട് തിരുവനന്തപുരത്ത്. എന്നാൽ നേരെ കൊച്ചിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയൊരു കാര്യം, അതിൽ സംഘടന മുൻകൈയെടുത്ത് എന്ത് ചെയ്യാൻ പോകുന്നുവെന്നാണ് 5 പേരും നിരന്നിരുന്ന് പറഞ്ഞത്. ലേബി, സുജയ, അങ്ങനെ ഒരു പുഴുക്കുത്ത് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇല്ല എന്നുള്ള പ്രതികരണമാണ് ഇന്ന് സിദ്ദിഖ് അടക്കമുള്ള പ്രതിനിധികൾ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. ഇത്രയും നാളത്തെ തങ്ങളുടെയൊക്കെ ഒരു അനുഭവം വെച്ച് ഒരു സ്ത്രീകൾക്കും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ AMMയുടെ പരിഗണനയ്ക്ക് വന്നിട്ടില്ല. ആകെ വന്നിട്ടുള്ളത്, നേരത്തെ വന്നൊരു പരാതി 2018 ഉന്നയിച്ചൊരു പരാതി, അതിപ്പോൾ ഇമെയിലായിട്ട് വന്നിട്ടുണ്ട്. അതേക്കുറിച്ച് മുൻപ് കേട്ടിട്ടേയില്ല. അന്ന് താൻ എക്സിക്യൂട്ടീവ് അംഗം മാത്രമായിരുന്നു, അന്ന് താനത് അറിഞ്ഞിട്ടേയില്ല. അത്തരത്തിൽ സിനിമ ഇൻഡസ്ട്രിയിൽ പുഴുക്കുത്ത് എന്ന വാക്കിന് തന്നെ പ്രസക്തിയില്ല എന്നുള്ള രീതിയിലാണ് ഇന്ന് AMMയുടെ പ്രതിനിധികൾ കൊച്ചിയിൽ പ്രതികരിച്ചത്. അതുപോലെ തന്നെ വാതിലിൽ വന്ന് മുട്ടുന്ന ചില നടിമാരുടെ വാതിലിൽ വന്ന് മുട്ടുന്നു എന്നുള്ള സംഭവം ഇവരൊന്നും അറിഞ്ഞിട്ടേയില്ല. അത്തരത്തിലുള്ള ദുരനുഭവങ്ങളൊന്നും മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇല്ല എന്ന ഭാവത്തിലായിരുന്നു വാർത്താ സമ്മേളനത്തിൽ എല്ലാവരുടെയും. ഈ സംഘടനയുടെ ഭാരവാഹികളായ 2 സ്ത്രീകൾ, അനന്യയും ജോമോളിന്റെ വാതിലിൽ മുട്ടിയിട്ടില്ല, ജോമോളിന് ദുരനുഭവം ഉണ്ടായിട്ടില്ല എന്നതിന്റെ അർത്ഥം താരങ്ങൾക്കാർക്കും ഒരു സ്ത്രീക്ക് പോലും ഉണ്ടായിട്ടില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഇത്രയധികം സ്ത്രീകൾ പോയി ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ പോയി പറയില്ലല്ലോ ഈ മുട്ടിനെ കുറിച്ചും തുറന്നില്ലെങ്കിലുള്ള ഒഴിവാക്കലിനെ കുറിച്ചും. തീർച്ചയായും സുജയ, വളരെ ഉത്തരവാദിത്വരഹിതമായാണ് അമ്മയുടെ പ്രതിനിധിയായി അവിടെ പങ്കെടുത്ത ജോമോൾ, അതുപോലെ തന്നെ അനന്യ ഉണ്ടായിരുന്നു. എങ്കിലും ജോമോളാണ് പ്രതികരിച്ചത്. ജോമോളുടെ പ്രതികരണം തീർത്തും ഉത്തരവാദിത്വരഹിതമായിട്ടായിരുന്നു. തനിക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ ഒരു അനുഭവത്തെ മുഴുവൻ സ്ത്രീകളുടെയും ഒരു അനുഭവമായി അങ്ങ് താരതമ്യപ്പെടുത്തി പറയുകയാണ് ജോമോൾ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാർവതി തെരുവോത്തിനെ ദീർഘകാലമായി സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന കാര്യം ഉന്നയിച്ചപ്പോൾ പറഞ്ഞ മറുപടി, താനും ഒരു കാലത്ത് അവാർഡ് നേടിയിട്ടുള്ള നടിയാണ്, അങ്ങനെയാണെങ്കിൽ താൻ ഇപ്പോൾ അഭിനയിക്കുന്നില്ലല്ലോ എന്നാണ്. അത്ര നിരുത്തരവാദപരമായി, അത്ര ജാഗ്രത ഇല്ലാതെയാണ് ജോമോൾ പ്രതികരിച്ചത്. അതിന് മാധ്യമപ്രവർത്തകർ അപ്പോൾ തന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ കത്തി നിന്ന ഒരു കാലത്ത് പാർവതി തെരുവത്തിനെ പോലൊരാൾ മാറി നിൽക്കേണ്ടി വരുന്നു. ജോമോളുടെ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ജോമോൾ സ്വയം മാറി നിന്നാണ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം അതിനുണ്ടാകാം. പാർവതിയെ പോലെ അല്ലെങ്കിൽ രമ്യ നമ്പീശിനെ പോലുള്ള നടിമാർക്ക് അവസരമില്ലാതെ വരുന്നു, റിമ കല്ലിങ്കലിനെ പോലെയുള്ളവർക്ക്. ഇതൊക്കെ ചോദിക്കുമ്പോൾ
ഇതിനൊന്നും ഉത്തരമേ പറയാൻ ജോമോൾക്ക് ഇല്ല. ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി എല്ലാവരെയും വെള്ളപൂശുന്ന നിലപാട്, അതുപോലെ തന്നെ ഈ നടിമാരോട്, ഈ പരാതി ഉന്നയിച്ച നടിമാരോടൊക്കെ പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനം തന്നെയാണ് ജോമോൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ സ്വീകരിച്ചത്. ഓക്കെ, ഞാനൊന്ന് അരുൺ സോളമനിലേക്ക് പോയിട്ട് ലേബിയിലേക്ക് തിരികെ എത്താം. ഇക്കാര്യത്തിൽ അരുൺ സോളമൻ വേട്ടക്കാരുടെ പേര് പുറത്തുവിടുന്നതിലും ഒപ്പം കേസ് എടുക്കുന്ന കാര്യത്തിലും ഒരു താരസംഘടനയുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇക്കാര്യത്തിൽ ഈ കോൺക്ലേവിൽ വേട്ടക്കാരുണ്ട് എന്ന് WCC പറയുന്നുണ്ടെങ്കിൽ അത് WCCയുടെ പൂർണ്ണ ബോധ്യത്തിൽ നിന്ന് പറയുന്നതാണ് എന്ന് ജഗദീഷ് പറയുന്നതായി കേട്ടിരുന്നു. ഈ വിഷയത്തിൽ ജഗദീഷിന് കൃത്യമായ ഒരു സ്റ്റാൻഡുണ്ടോ? സംഘടനയ്ക്കില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടു, അത് പതുക്കെ ഒന്ന് അഴകുഴമ്പനാക്കി ഒന്ന് ഒഴിവാക്കി വിടുകയാണ് ആ ചോദ്യത്തെ ചെയ്തത്. പക്ഷേ ജഗദീഷ് എന്താണ് ഇതിൽ പറഞ്ഞത്? സുജയ, തീർച്ചയായിട്ടും ജഗദീഷ് വ്യക്തമായിട്ട് തന്നെ ആ വിഷയത്തിൽ നിലപാട് കൈക്കൊണ്ടിരിക്കുകയാണ്. കോൺക്ലേവ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിലൊരു പരിഹാരം കാണാൻ കഴിയുമെന്ന അർത്ഥത്തിലാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. പക്ഷേ ഈ കോൺക്ലേവിനെ മാധ്യമപ്രവർത്തകരോ സമൂഹ മാധ്യമങ്ങളോ തെറ്റായിട്ട് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. മുൻവിധിയോടുകൂടി കാണണ്ട. WCC മെമ്പേഴ്സ് എന്താണ് പറയുന്നത്, അവർ നേരിട്ട ചൂഷണങ്ങൾ അത് ഏത് വ്യക്തിയിൽ നിന്നാണ് നേരിട്ടത്, ആ വ്യക്തി ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് WCC മെമ്പേഴ്സ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ സർക്കാർ അതിൽ നടപടിയെടുക്കണമെന്ന് തന്നെയാണ് ജഗദീഷ് ആവർത്തിച്ച് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സിനിമാ പ്രവർത്തിക്കുന്ന നടികൾ, അതായത് സ്ത്രീകൾ, അവർ പറയുന്ന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ അത് വിശ്വസിച്ചേ മതിയാവുകയുള്ളൂ. അവരെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവരാണ് നേരിട്ടത്. ഇപ്പോൾ വാതിൽ തട്ടിമുട്ടിയ കാര്യം അടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം മുൻകാലത്തുള്ള പല നടന്മാരുടെയും പല കേസുകളും അദ്ദേഹം ചൂണ്ടിക്കാണിച്ച് തന്നെ പറയുന്നു. അലൻസീർ അടക്കമുള്ള, ദിലീപ് അടക്കമുള്ള നടന്മാരുടെ, വിജയ് ബാബു അടക്കമുള്ള നടന്മാരുടെ കേസുകളെ വ്യക്തമാക്കി തന്നെ ഇന്ന് അദ്ദേഹം പ്രസ് മീറ്റിൽ പങ്കെടുത്തത്. പക്ഷേ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്, അദ്ദേഹവും AMMയെ ഭയക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഇവിടെ അവസാനിക്കുന്നുണ്ട് സുജയ. കാരണം തുടക്കത്തിൽ പ്രസ് മീറ്റ് തുടങ്ങുമ്പോൾ ബാബുരാജ് അടക്കമുള്ളവർ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ബാബുരാജ് പറഞ്ഞത് ഇത് പഠിച്ചിട്ട് മറുപടി പറയാമെന്നാണ്. പക്ഷേ ഇന്ന് സിദ്ദിഖ് കൊച്ചിയിൽ വന്നെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരുടെ ഒരു ഷോ ഉണ്ടായിരുന്നു, ആ ഷോ കൊണ്ടാണ് ഇത് വൈകിപ്പോയതെന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ജഗദീഷ് അത് തിരുത്തുന്നുണ്ട്. കഴിഞ്ഞ 5 ദിവസങ്ങൾ ഈ റിപ്പോർട്ട് ഇത്രയും പുറത്തു വന്ന 5 ദിവസങ്ങളാകുമ്പോൾ ഇത് പൊതുസമൂഹത്തോട് അയാൾ മാപ്പ് പറയുകയാണ്. അദ്ദേഹം വ്യക്തമായി മാപ്പ് പറയുന്നു. ഇതിൽ AMMA നിലപാട് കൈക്കൊള്ളാൻ വൈകിപ്പോയതിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ പ്രസ് മീറ്റ് തുടങ്ങിയത്. പക്ഷേ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, സിനിമാ മേഖലയിൽ ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടോ, അതിനൊക്കെയും AMMയുടെ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിയുടെ അതേ നിലപാട് തന്നെയായിരുന്നു ജഗദീഷിനുമുള്ളത്. മലയാള സിനിമയിൽ മാഫിയകളോ അല്ലെങ്കിൽ ലോബികളോ അല്ലെങ്കിൽ ഒരു പവർ ഗ്രൂപ്പോ പ്രവർത്തിക്കുന്നില്ല. ഒരു ഹൈ പവർ കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ ഹൈ പവർ കമ്മിറ്റി ഒരിക്കലും തന്നെ സ്ത്രീകളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ആയിട്ടുള്ളതായിരുന്നില്ല. അത് പഴയ കാലത്ത് തൊഴിലാളികൾ 10 വർഷങ്ങൾക്ക് മുന്നേ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട തൊഴിലാളികളുടെ അവരുടെ സാലറി അടക്കമുള്ള വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു കമ്മിറ്റി ആയിരുന്നു എന്നുള്ളതാണ് ജഗദീഷ് പങ്കുവെക്കുന്നത്. പക്ഷേ സുജയ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള ചില നിലപാടുകൾ ഉണ്ടായിരുന്നു. അതിലൊന്നു തന്നെയാണ് മലയാള സിനിമയിൽ സ്ത്രീകൾ ലൈംഗികമായി ചൂഷണങ്ങൾ നേരിടുന്നുണ്ട്, കാസ്റ്റിംഗ് കൗച്ചുണ്ട്, സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അത് അവരുടെ വേദനകൾ അത് പങ്കുവെക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ തയ്യാറാകണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യുന്നു. ആ റിപ്പോർട്ടിലുള്ള കേസിൽ ആരൊക്കെയാണുള്ളത് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാൽ ഹൈക്കോടതി അത്തരത്തിലൊരു നിയമസാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും AMMA വ്യക്തമായിട്ട് നിലപാട് കൈക്കൊള്ളുകയും അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ജഗദീഷ് പറയുന്നത്. അതുപോലെ തന്നെയാണ് കോൺക്ലേവിൽ ആരൊക്കെയാണോ പങ്കെടുക്കുന്നത്, ആ പങ്കെടുക്കുന്ന വ്യക്തികളിൽ ആരെങ്കിലും ഈ WCC മെമ്പേഴ്സിനെ ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ അരുൺ തുടരുക. ലേബിയോട് ഒരു കാര്യം കൂടി ചോദിച്ചുകൊള്ളട്ടെ. ലേബി സജീന്ദ്രൻ, അവസാനമായി പലരും ചോദിക്കുന്നു ഒരു ഗുണ്ടാ സംഘം ഉണ്ടല്ലേ എന്ന്. ആരഭിനയിക്കണമെന്ന് ഒരു ഗ്രൂപ്പ് തീരുമാനിച്ചാൽ എങ്ങനെ ഇൻഡസ്ട്രി നിൽക്കും? വളരെ നിഷ്കളങ്കമായ ചോദ്യമാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന 10 to 15 മെമ്പേഴ്സ് അടങ്ങുന്ന പവർ ഗ്രൂപ്പിനെ പറ്റി ഇന്ന് സിദ്ദിഖ് ആ വാർത്താ സമ്മേളനത്തിൽ നടത്തുന്നത് കണ്ടത്. അതിലേക്ക് അദ്ദേഹം അങ്ങ് എത്തിച്ചേരുകയായിരുന്നോ? പവർ ഗ്രൂപ്പ് എന്ന ഒരു ചോദ്യം കിട്ടിയാലുടൻ അതിൽ പിടിച്ചുകൊണ്ട് പറയാനായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് വളരെ ഭദ്രമായി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു അല്ലേ ലേബി സജീന്ദ്രൻ? തീർച്ചയായും സുജയ, വളരെ ഭംഗിയായി ഇത് പ്രിപ്പയർ ചെയ്ത് വന്ന് പറയുകയായിരുന്നു. പവർ ഗ്രൂപ്പ് എന്ന് ചോദിച്ചപ്പോൾ തന്നെ അത്തരത്തിലൊരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നില്ല. ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ അതിനുള്ള ഉത്തരം വളരെ പ്രിപ്പയർ ചെയ്ത് വച്ചിരുന്നു എന്ന് തന്നെ നമ്മൾക്ക് തോന്നി. പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നില്ല, അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് എന്ന വാക്ക് പോലും താൻ കേട്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് സിദ്ദിഖ് മറുപടി പറഞ്ഞത്. അത്തരത്തിലൊരു പവർ ഗ്രൂപ്പ് ഇൻഡസ്ട്രിയിൽ ഉള്ളതായി തനിക്ക് ദീർഘകാല സിനിമാ ബന്ധമുള്ള, സിനിമയിൽ പ്രവർത്തിക്കുന്ന തനിക്ക് അങ്ങനത്തെ ഒരു അനുഭവമില്ല. ഒരു പവർ ഗ്രൂപ്പും പ്രവർത്തിക്കുന്നില്ല. അതുമാത്രമല്ല, ഒരു താരസംഘടന വിചാരിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സിനിമ ഇൻഡസ്ട്രിയിൽ ചെയ്യാനില്ല. താരങ്ങളുടെ പ്രത്യേകിച്ച് നടിമാരുടെ ക്ഷേമത്തിനായി എന്തെങ്കിലും ചെയ്തോ എന്നുള്ള ചോദ്യമൊക്കെ വന്നപ്പോൾ അതൊന്നും താരസംഘടനയായ AMMയ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നതല്ല. അതൊക്കെ ബാക്കിയുള്ള സംഘടനകൾക്ക്, ഒരു സിനിമയുടേതാണെങ്കിൽ ഇതിൻ്റെ പ്രൊഡ്യൂസറാണ് തീരുമാനിക്കുക. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മറുപടിയുണ്ട്, സുജയ ശ്രദ്ധിച്ചിട്ടുണ്ടാവും.
ഈ നടിമാർക്കൊക്കെ പ്രാഥമിക സൗകര്യം പോലും സിനിമാ സെറ്റിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് സിദ്ദിഖ് പറഞ്ഞ മറുപടിയാണ് രസകരം. ഇപ്പോൾ ഞങ്ങളൊക്കെ കുറേ ആണുങ്ങളൊക്കെ ക്യാരവനിലേക്ക് മാറിയിരുന്നിട്ട് ഞങ്ങളുടെ ക്യാരവൻ സൗകര്യം മറ്റൊരു ക്യാരവനൊക്കെ ഇപ്പോൾ സ്ത്രീകൾക്ക് നൽകാനുള്ള രീതിയിലൊക്കെ ഞങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായി മാധ്യമപ്രവർത്തകർ മറുപടി പറഞ്ഞു, നിങ്ങളുടെ ക്യാരവൻ സൗകര്യമല്ല ചോദിക്കുന്നത്. ഇതിലെ സാധാരണ നടിമാർ ചോദിക്കുന്നത് അവർക്ക് വസ്ത്രം മാറാനുള്ള, അവർക്ക് ശുചിമുറി ഉപയോഗിക്കാനുള്ള സാധാരണ സൗകര്യങ്ങളാണ്. അപ്പോൾ ഒരു ചോദ്യത്തോട് പോലും അത് ഒട്ടും പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത മറുപടികളാണ് പല കാര്യങ്ങളും പറഞ്ഞത്. അതുപോലെ തന്നെ തിലകന്റെ മകളുടെ കാര്യം പ്രത്യേകിച്ച് ഉന്നയിച്ചു. ആ പരാതി പറഞ്ഞപ്പോൾ അതിന് വളരെ സരസമായ മറുപടി, ഈ ഒരു സന്ദർഭത്തിന് യോജിക്കാത്ത രീതിയിൽ വളരെ ലളിതമായി അതിനോട് പ്രതികരിച്ചുകൊണ്ട് ആ സന്ദർഭം തിലകന്റെ മകൾ മനോഹരമായി ഹാൻഡിൽ ചെയ്തു എന്ന്. അപ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകർ പ്രതിഷേധം അറിയിച്ചപ്പോഴാണ് അതിനൊരു ക്ഷമ പോലും സിദ്ദിഖ് പറഞ്ഞത്. അത്തരത്തിൽ ഇത് വളരെ ലാഘവ ബുദ്ധിയോടെ കണ്ടൊരു വാർത്താ സമ്മേളനം. അതിൽ ചില കാര്യങ്ങൾ പറയാൻ അവർ കരുതി വന്നു. അതിലൊന്നാണ് ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നില്ല. മറ്റൊന്ന് മലയാള സിനിമയിലില്ല, മലയാള സിനിമയിൽ വിവേചനമേ ഇല്ല. ലേബി കണ്ട പടമായിരിക്കുമല്ലോ ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക്. അതടക്കം നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതിൽ സിദ്ദിഖ് കണ്ടെത്തിയ, ജനറൽ സെക്രട്ടറി സിദ്ദിഖ് സംസാരിക്കുമ്പോൾ കണ്ടെത്തിയത് ലൈംഗികാതിക്രമത്തെക്കാൾ കൂടുതൽ പ്രതിഫലം ലഭിക്കാതെ പോകുന്നു എന്ന പ്രശ്നമാണ് സിനിമാ മേഖല നേരിടുന്ന വലിയ പ്രശ്നമെന്നാണ്. തീർച്ചയായും ഇതിനു മുൻപ് തന്നെ ഇത്തരത്തിലൊരു ഹൈ പവർ കമ്മിറ്റിയുടെ കാര്യമൊക്കെ എടുത്ത് പറഞ്ഞപ്പോൾ അതിനുള്ള മറുപടിയാണ് അത്. ജയൻ ചേർത്തല അതിനോട് പറഞ്ഞ മറുപടി ഇതിൽ ഓർക്കേണ്ടതുണ്ട്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്കൊന്നും പരിഗണനയെ നൽകിയിട്ടില്ല. അത്തരം അതിൻ്റെ ഒന്നും പരിഗണന വിഷയമേ ആയിരുന്നില്ല എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് വന്നത്. അതായത് ചുരുക്കം പറഞ്ഞാൽ ഇന്ന് വാർത്താ സമ്മേളനത്തിന് തുടക്കം മുതൽ അവസാനം വരെ AMMയുടെ പ്രതിനിധികൾ, അത് സിദ്ദിഖാകട്ടെ ബാക്കി സംസാരിച്ചവരാകട്ടെ, അവരെല്ലാവരും തന്നെ ഈ ഒരു സ്ത്രീ വിഷയം അല്ലെങ്കിൽ സ്ത്രീകളുടെ ക്ഷേമം, സ്ത്രീകൾ നേരിടുന്ന വിവേചനം, സ്ത്രീകളുടെ സുരക്ഷിതത്വമില്ലായ്മ, ഇതൊക്കെ വളരെ ലാഘവ ബുദ്ധിയോടെ പറഞ്ഞു പോകുന്ന ഒരു സമീപനമാണ് കണ്ടത്. ഇതൊന്നും പരിഗണനയിലേ വരുന്നില്ല. ഇവർ മുഖ്യധാരയിൽ നിൽക്കുന്ന മറ്റ് നടിമാർക്ക് പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നു. അവിടെ ബാക്കി ചെറിയ നടിമാരുടെ അല്ലെങ്കിൽ ചെറിയ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന മറ്റ് നടിമാരുടെ പ്രശ്നങ്ങളൊന്നും ഇവരെ ബാധിക്കുന്നില്ല. അത്തരങ്ങളൊന്നും പ്രശ്നങ്ങൾ തങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. ഇതുവരെയും അത്തരം പ്രശ്നങ്ങൾ ഉള്ളതായി തങ്ങൾക്ക് അറിയില്ല. കാസ്റ്റിംഗ് കൗച്ച് കേട്ടിട്ടേ ഇല്ല. മറ്റ് നടിമാർക്കൊക്കെ ഏതെങ്കിലും രീതിയിൽ വാതിൽ മുട്ടുന്നതായ അനുഭവങ്ങളൊന്നും തങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. തങ്ങൾ എപ്പോഴും താരങ്ങളുടെ അല്ലെങ്കിൽ നടീനടന്മാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ അതിനിടയിലെല്ലാം ഒട്ടും മടിയില്ലാതെ ഇങ്ങനെ സിദ്ദിഖ് പറഞ്ഞുകൊണ്ടേയിരുന്നു, സ്ത്രീകളുടെ വിവേചനം, സ്ത്രീകളുടെ സുരക്ഷിതത്വമില്ലായ്മ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, ഇതൊന്നും തങ്ങൾ അറിഞ്ഞിട്ട് തങ്ങൾ ഇത്തരത്തിലൊരു പ്രശ്നം സിനിമാ ഇൻഡസ്ട്രിയിൽ ഉള്ളതായി പോലും തങ്ങൾ കേട്ടിട്ടില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നതായിരുന്നു ഇന്ന് കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ. ഓർക്കേണ്ട കാര്യമുണ്ട്, സുജയ നേരത്തെ ചോദിച്ചതുപോലെ വളരെ പ്രിപ്പയർ ചെയ്തു വന്ന, വളരെ പ്രിപ്പയർഡ് ആയിരുന്നു മറുപടികളെല്ലാം. ഇതിൽ എടുത്തു പറയേണ്ട കുറേ കാര്യങ്ങൾ ചോദിച്ചതിനാണ്. അമ്മയുടെ പരിപാടി എന്തോ ഉണ്ടായിരുന്നല്ലോ, അതിന്റെ കൂടെ ഈ ഒരു പെർഫോമൻസിനുള്ള റിഹേഴ്സലും ഉണ്ടായിരുന്നിരിക്കും അല്ലേ? തീർച്ചയായും അതിൽ ഏറ്റവും രസകരമായ കാര്യം സുജയ് ഓർക്കേണ്ടതുണ്ട്. നമ്മളാണ് അന്ന് ആദ്യം AMMA ജനറൽ സെക്രട്ടറി സിദ്ദിഖിനടുത്ത് ഇത് ചോദിക്കാൻ ചെന്നത്. അന്ന് ഇതുപോലെ തന്നെ ഈ അമ്മയുടെ റിഹേഴ്സൽ നടക്കുന്ന ഹോട്ടലിന് മുന്നിൽ നമ്മൾ കാത്തു നിന്നു. നമ്മൾ ചോദിച്ചപ്പോൾ ആദ്യം ഒഴിഞ്ഞു മാറാൻ തുടങ്ങിയ ആളാണ്. അതിനുശേഷം പറഞ്ഞു ഇതിൻ്റെ പ്രതികരണം കിട്ടിയേ പറ്റൂ എന്ന് നമ്മൾ പറഞ്ഞപ്പോഴാണ് അകത്തുപോയി മറ്റുള്ളവരുമായി ആലോചിച്ച് പുറത്തു വന്നതിന് ശേഷം വളരെ ചുരുക്കം വാക്കുകളിൽ, വളരെ ചുരുക്കം വാചകങ്ങളിൽ ഇത് ഞങ്ങളൊന്ന് പഠിക്കട്ടെ, തീർച്ചയായും ഞങ്ങൾ താരങ്ങൾക്കൊക്കെ ഒപ്പമാണ്, നടീനടന്മാർ ഒപ്പമാണ്, നടിമാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതൊക്കെ ആലോചിക്കും, നോക്കിയതിന് ശേഷം മാത്രം മറുപടി. ഒപ്പമുണ്ടായിരുന്ന ബാബുരാജ് വ്യക്തമാണ്. ലേബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം അരുൺ സോളമനും.